ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിത് നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു എക്സ്ട്രീംലി ഹാപ്പിയാണ്. എൻ്റെ മൈൻഡിനും ഭയങ്കര ആയിട്ടുള്ള എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ പേരൻസിനെ ഒരു 5 ഡേയ്സിലേക്ക് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ടോ നാട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല. എനിക്കൊരു ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഈ കാര്യത്തിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും എൻ്റെ പേരൻസുമായിട്ടുള്ള ഒരു ബോണ്ട് ഇങ്ങനെ നമുക്ക് അത്ര നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് അടുത്തിടപഴകാനോ അങ്ങനെയുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ അവരെ ഒന്ന് വെളിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവരെ ഇങ്ങോട്ട് ഞാൻ തന്നെ ടിക്കറ്റ് പോയത് അവരവരുടേതായ തിരക്കുകൾ കാരണം വേണ്ട സമയമില്ല, ഒരു ദിവസത്തേക്കേ പറ്റുള്ളൂ, അങ്ങനെ അവരുടെ രണ്ടുപേർക്കും കടയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്രാവശ്യം ഞാൻ രണ്ടും കൽപ്പം ഞാൻ രണ്ടുപേർക്കും അങ്ങ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വാന്ന്. അവർക്ക് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. 5 ഡേയ്സ് ഫുള്ളായിട്ട് അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോവും. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലിക്കും പോവും. സോ ഫുൾ ടൈം 5 ഡേയ്സ് എൻ്റെ കൂടെ ഞാൻ, അച്ഛൻ, അമ്മ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഐ എം സോ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. സോ ഇന്ന് നമുക്ക് ഇതെൻ്റെ അമ്മേനെ നമുക്കൊരു സ്ഥലം വരെ പോവാം. ഇന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണിക്കാണ്ട്. ശിവരാത്രി തലേദിവസമാണ്. അപ്പോൾ അവർക്കിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും അമ്പലങ്ങളായ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതൊക്കെയാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. സോ ഇന്ന് അവരെ ഞാൻ അവിടേക്ക് എവിടേക്ക് കൊണ്ടുപോവാണ്. ഇഷ ഫൗണ്ടേഷൻ്റെ സൽഗുരുവിൻ്റെയൊക്കെ ഉള്ള ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, പിന്നെ അതേപോലെ സൺസ്ക്രീനൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം നല്ല വെയിലാണ് ഇവിടെ, ഭയങ്കര വെയിലാണ്. നമ്മൾ പൊതുവേ നമ്മൾ ലേഡീസൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടുകാരും കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും മാസത്തിലൊരിക്കൽ ഞങ്ങളെല്ലാവരും കൂടെ വെളിയിൽ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടപ്പെട്ട ആക്സസറീസോ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എടുക്കാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും നോയാണ് പറയുക. എനിക്ക് വേണ്ട, കുഴപ്പമില്ല, നിങ്ങളെടുത്തോ, പിള്ളേർക്ക് എടുത്തോ, അങ്ങനെയാണ് പറയുക. ഞാൻ ഒരിക്കലും ഒരു കാര്യം ഞാൻ ചൂസ് ചെയ്യാറുണ്ടായിരുന്നില്ലേ. അങ്ങനെ വർഷങ്ങൾ പോയി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തെങ്കിലും പാസീവ് ഇൻകവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ പോലും ഞാനത് സേവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര മടി കാണിക്കുന്ന ഒരാളായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റി. എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര എൻ്റെ ഒരു കാര്യം ചെറിയ വിഷു പോലും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു എൻ്റെ ഒരു പാസീവ് ഇൻകം ഫോർ ഓൺലി മൈ വിഷ്, എൻ്റെ ചില കാര്യങ്ങൾ, എൻ്റെ ഒരു ആഗ്രഹങ്ങൾ അങ്ങനെ വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ച് ഈ വർഷം തൊട്ട് ഞാനത് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വെളിയിൽ പോകുമ്പോൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ എനിക്ക് വേണം എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഡെയിലി ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. സോ പുറത്ത് പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നല്ലോ എന്നുള്ള തോന്നലായിരിക്കും ചിലപ്പോൾ നമുക്ക്, അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിനും വെളിയിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലും ഒരു എമൗണ്ട് ഉണ്ടാവും. സോ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ തന്നെ വാങ്ങിക്കാറുണ്ട്. സോ എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് വേറൊരാളെ ബുദ്ധിമുട്ടിക്കാനൊക്കെ എന്തോ ഒരു മടി പോലെയൊക്കെയാണ്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ വേണോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഇവരെ ഈ വർഷം മുതൽ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക, അവരെ ട്രാവലിന് കൂട്ടിക്കൊണ്ട് പോവുക. എൻ്റെ അമ്മയ്ക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോകുക, അവർക്ക് വേണ്ട ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുക. ഇനി അതൊക്കെ അതിലേക്ക് കൂടുതൽ എനിക്ക് സന്തോഷം കൊടുക്കണം. കാരണം എൻ്റെ കുട്ടികൾക്ക് വേണ്ടത് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാനായിട്ടോ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി എൻ്റെ പേരൻസിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ആദ്യത്തെ ഒരു ഒരു ഹാപ്പിനെസ്സാണിത് കേട്ടോ. ഞാൻ തനിയെ എൻ്റെ പേരൻസിനെ ഇങ്ങോട്ട് കൂട്ടി അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. സോ ഞങ്ങൾ റെഡിയായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കടയിലുള്ള എൻ്റെ സ്റ്റോളിലുള്ള കുറേ ഐറ്റംസൊക്കെ ഞാൻ എൻ്റെ അമ്മയെ പുത്തൻ വളകൾ, മാലകളൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇതുണ്ട്, ഇവിടെയാണ് നമ്മൾ പോകുന്നത്. അതിശയോഗി ടെമ്പിളോ അങ്ങനെ എന്തോ ആയിരുന്നു പേരെന്ന് തോന്നുന്നു, എനിക്ക് ആക്ച്വലി മറന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ചിക്കബല്ലപൂർ ആ ഒരു സൈഡിലാണ് കേട്ടോ ഉള്ളത്.
ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 68 കിലോമീറ്റർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളങ്ങനെ ഫൈനലി അതിൻ്റെ ഇഷ ഫൗണ്ടേഷൻ റോഡിലൊക്കെ എത്തിയിട്ടോ. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സംസാരിക്കാം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എമൗണ്ട് നിങ്ങൾ മാറ്റി വെച്ച് നോക്ക്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയുള്ളൊരു എമൗണ്ട് ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു മാസത്തിൽ 500 അല്ലെങ്കിൽ ഡെയിലി ഒരു 50 റുപ്പീസോ അതിന് വേണ്ടി മാറ്റി വെക്കുക. നിങ്ങൾ ചെറിയ വിഷയെങ്കിലും ഇതാക്കുക. നമ്മൾ വിചാരിക്കുന്നത് എന്താ, കടവും ബാധ്യതയൊന്നും നമ്മുടെ വീട്ടിലാകരുത്, കച്ചവടം അല്ല കച്ചവടം കടവും ബാധ്യതയൊന്നും ആവരുത്, പൈസ പോവല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ കടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നമുക്ക് വേണ്ടാന്ന് പറയുന്നത്. അതേപോലെ ഒരു ക്യാൻഡി പോലും ഞാൻ എനിക്കായിട്ട് ഞാൻ വാങ്ങിക്കില്ലായിരുന്നു. വാങ്ങിച്ചാലും അത് ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി വയ്ക്കും. എന്നിട്ട് ഞാൻ ഒരു അല്പമൊക്കെ എടുത്ത് തിന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് വാങ്ങിച്ചാലും ഒരു ഫുഡ് ഐറ്റം ആയിക്കോട്ടെ, എന്ത് കാര്യമായാലും ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന അവർക്കാണ്. എന്നിട്ടേ ഞാൻ എനിക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാവും. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്കൊന്നും കിട്ടാറില്ല, ഒരു വല്ലാത്തൊരു വിഷമം. സമയം അങ്ങ് കടന്നു പോവുകയാണ്, ഒന്നും സന്തോഷത്തോടെ ഒരു കാര്യവും നടക്കുന്നില്ല. പല ചെറിയ ചെറിയ എൻ്റെ ചില ആഗ്രഹങ്ങളൊക്കെ ഇതൊക്കെ ഇത്ര വലിയ ആഗ്രഹമാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ ആഗ്രഹങ്ങൾ അതുപോലെ എനിക്ക് സാധിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അത് ചെയ്യുന്നില്ല. ഞാൻ അതിനൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. അതാണ് പറ്റിപ്പോയത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ഗിഫ്റ്റ് ചെയ്യാറില്ല. ബട്ട് ഈ വർഷം തൊട്ട് ഞാൻ അതങ്ങ് തുടങ്ങി. എൻ്റെ പേരൻസ് എനിക്ക് അത് മസ്റ്റായിട്ടും ഞാൻ ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. സോ എൻ്റെ പേരൻസിനെ 5 ഡേയ്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക, എൻ്റെ സ്റ്റോളിലൊക്കെ ഞാൻ കൊണ്ടുപോയി. അവർ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഹാപ്പിനെസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു എക്സ്ട്രാ പാസീവ് ഇൻകം ഉണ്ടാക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിക്കുക. അത് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങളും എന്തെങ്കിലുമൊക്കെ പാസീവ് ഇൻകം ഉണ്ടാക്കുക. ആ ഉണ്ടാക്കുന്ന എമൗണ്ട് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ട്രാവൽ എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ജീവനായിട്ടുള്ള കാര്യമാണ്. ഇനിപോലെ എനിക്ക് ട്രാവൽ ചെയ്യണം. അത് ഞാൻ മസ്റ്റായിട്ട് ഞാൻ മന്ത്ലി വൺസ് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രാവൽ പോകണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് എനിക്ക് മെൻ്റലി ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുക, നമ്മൾ മറക്കരുത്. നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം. എല്ലാവർക്കും എല്ലാം അവർക്ക് എടുക്കട്ടെ. ഇനി നിങ്ങൾ വെളിയിൽ പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ നോ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്യാൻഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിച്ച് കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. ഒരു ഡ്രസ്സ് മന്ത്ലി വൺസ് എടുക്കുന്നത് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ചോയ്സും. ചിലർക്ക് ചെരുപ്പായിരിക്കും, ചിലർക്ക് ജ്വല്ലറീസ് ആയിരിക്കും, ചിലർക്ക് ഡ്രസ്സായിരിക്കും, ചിലർക്ക് ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം സമയം പൊക്കോണ്ടിരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. സോ ഫൈനലി നമ്മളവിടെ എത്തി നമ്മൾ അമ്പലത്തിലൊക്കെ കയറുന്നതിന് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഇവിടെ വെജാണല്ലോ, അതുകൊണ്ട് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുലാവും പിന്നെ ലെമൺ റൈസുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിൽ കേട്ടോ. നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല വെയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു 3-4 ദിവസം ആയതേ ഉള്ളൂ നല്ല വെയിൽ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഭയങ്കര വെയിലിന് ചൂടാണ്. സത്യം പറഞ്ഞാൽ ഡീഹൈഡ്രേഷനും ഭയങ്കര പിന്നെ തണുപ്പും ഭയങ്കര ചൂടും കൊണ്ട് പൊള്ളുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടൊക്കെ പതുക്കെ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. നമ്മൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ലഡാക്ക് അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കല്ലും പാറക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ട്രാവൽ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. നല്ലൊരു ഒരു എന്താ പറയുന്ന ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇനി ഇവിടെ പോയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ പോവാം കേട്ടോ. ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഫോൺ അലൗഡ് അല്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പാറക്കല്ല് കണ്ടോ, ഇതിലൂടെ വേണം നമ്മൾ ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ നടക്കാൻ. അവിടെയാണ് ടെമ്പിൾ, നമ്മൾ അവിടെ പോകണം. സോ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സൽഗുരുവിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ പ്രോഗ്രാംസ് എന്തൊക്കെയുണ്ട്. ഭയങ്കര വെയിലാണ്. ഞാൻ ഭാഗ്യത്തിന് ഒരു സെറ്റർ എല്ലാവർക്കും വേണ്ടി എടുത്തു. കാരണം നന്ദി ഹിൽസ് പോകുന്നുണ്ട്, അവിടെ തണുപ്പായിരിക്കും വൈകുന്നേരം. അവിടെ സെറ്റർ എടുത്തുകൊണ്ട് അതൊക്കെ തലയിലിട്ടത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കരിഞ്ഞുണങ്ങാതെ
എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്തോട്ട് നടക്കാൻ വേണ്ടി. കാലിലെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്, ഭയങ്കര ചൂടാണ്, കാല് പൊള്ളുന്ന ചൂട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി, നമ്മുടെ ശിവഭഗവാന്റെ അടുത്തെത്തി. എന്തു നല്ല ഹൈറ്റിലാണെന്നറിയോ, ഭയങ്കര ഇതിലാണ് ഇരിക്കുന്നത്. വെയിൽ കാരണം ചെറിയ ചെറിയ തണലിൻ്റെ ഭാഗത്തൊക്കെ ആൾക്കാരിങ്ങനെ ഒതുങ്ങി കൂടുവാണ് കേട്ടോ. ഈ കല്ലിക്കൂടെ നടന്നാൽ കാല് ചുട്ടു പൊള്ളും. ഇപ്പുറത്തോട്ട് നടന്നാൽ കുറച്ചൊരാശ്വാസമുണ്ട്. എൻ്റെ അമ്മയും മക്കളൊക്കെ ഓടുകയാണ് കാല് പൊള്ളിയിട്ട്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്, ഭയങ്കര കാല് പൊള്ളലാണ് കേട്ടോ. പിന്നെ ഈ ഒരുപാട് ആൾക്കാർ ഇതൊരു വ്രതം പോലെ എടുത്ത് വന്ന് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അവരൊക്കെ ആ കാലം അതുപോലെ തന്നെ പതുക്കെ വെച്ച് വെച്ച് നടക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ കണ്ട് തീർന്നു. നമുക്ക് അകത്തെ അമ്പലത്തിൽ പോകണം. അകത്തെ അമ്പലത്തിൽ എന്തായാലും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അവിടെ പോയി തിരിച്ച് നമ്മളിപ്പോൾ ഇറങ്ങിയതിന് ശേഷമുള്ള ക്ലിപ്പിങ്സാണ് ഇതൊക്കെ. ദാഹിച്ച് വലഞ്ഞ്. ഇവിടെ കുടിവെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുടിവെള്ളം, ബാത്റൂം ഫെസിലിറ്റി, കുളിക്കാനുള്ള ഫെസിലിറ്റി, എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ബാംഗ്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണിത് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് കേട്ടോ. മൊത്തത്തിൽ പാറ, ഈ പാറയുടെയൊക്കെ നടുക്ക് മരമൊക്കെ നട്ട് പിടിപ്പിച്ച് എങ്ങനെയാണ് ഇവർ ഇതാക്കിയത്. ഇഷ ഫൗണ്ടേഷൻ്റെ റോഡാണ് കേട്ടോ. മൊത്തത്തിൽ ഈ പാറയിടുക്കളൊക്കെ ഇടിച്ച് പൊട്ടിച്ചൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4-4:30 ആയിട്ടുണ്ട്. നന്ദി ഹിൽസിലേക്കാണ് പോകുന്നത്. ആ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ.